ഞാൻ എൻ്റെ നാട്ടിൽ കോട്ടുളി ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് പ്രസിഡൻ്റ് ആവുന്ന സമയത്ത് യുവതാര കോട്ടുളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ആ സംഘടന നടത്തിയിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട്. അതെൻ്റെ നാട്ടുകാർക്കറിയാം ഞാൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറേ സൗഹൃദങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അത് ഞാൻ ജനങ്ങളെ സംഘടിപ്പിച്ച് നടത്തുന്നതാണ്. ഈ സംഘടിപ്പിച്ച് നടത്തുന്നതിനകത്ത് ആളുകൾക്ക് സൗഹൃദപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അത് എൻ്റെ നാടിന് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇത്ര കാലമായിട്ട് ഞാൻ എൻ്റെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു. അപ്പം ഞാനൊരു മോശപ്പെട്ട ആളാണോ? ഞാനൊരു ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യനെ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആക്കി കാട്ടുന്നത്? അത് പറയണ്ടേ? ഞാനിങ്ങനെ അതായത് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ ഞാനും എൻ്റെ അമ്മയും എൻ്റെ മകനും അടങ്ങുന്നതാണ് ഏറ്റവും അവസാനം ഞാൻ മറുപടി പറയേണ്ട ആൾക്കാർ, അല്ലേ? ഞാൻ അവസാനം തിരിച്ചിട്ട് എൻ്റെ വീട്ടിലേക്കാണ് പോവുക. എൻ്റെ അമ്മയാണ് എന്നോട് ചോദിക്കുക. എൻ്റെ മകനോടാണ് ഞാൻ മറുപടി പറയേണ്ടത്. എൻ്റെ ഭാര്യയോടാണ് ഞാൻ പറയുന്നത്. ഏറ്റവും എൻ്റെ അടുത്ത, നമ്മുടെയൊക്കെ ഏറ്റവും അടുത്ത ആൾക്കാരാണ്. ആ ആൾക്കാരെ മാത്രം എനിക്ക് ബോധ്യപ്പെടുത്തിയാൽ മതി. ഞാൻ ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ ഇത്രയും കാലത്ത് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും പ്രയാസപ്പെട്ട് ജീവിച്ചു വന്ന ഒരാൾ, അതായത് ഞാൻ ഏതെങ്കിലും ഒരു തരത്തിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഓരോ ഘട്ടമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് കോഴിക്കോട് നഗരത്തിലെ ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായിട്ട് പ്രമോദ് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒന്ന് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ. ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ അയാളെ ഏതെങ്കിലും വഴികളിലൂടെയൊക്കെ കൊണ്ടുപോയി മയക്കുവെടി വെച്ച് കൊന്നു തീർക്കാം. മനസ്സിലായില്ലേ? എല്ലാ വഴികളുമുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കണം. ആ പറയുന്ന കാര്യത്തിനകത്ത് വ്യക്തത ഉണ്ടാക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഇത്രയും കാലമായിട്ട് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു മേൽവിലാസം പകർന്നു തന്നത് എവിടെ നിന്നാണ്? എനിക്കിങ്ങനെ ഒരു മേൽവിലാസം പകർന്നു തന്നത് ആരാണ്? എൻ്റെ മേൽവിലാസം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ പറയുന്ന ഇത്രയും കാലമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിനകത്ത് ചേവായൂർ കോപ്പറേറ്റീവ് ബാങ്കിലെ, അതായത് ഞാൻ ഈ മാഫിയയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചേവായൂർ കോപ്പറേറ്റീവ് ബാങ്കിലെ ഈ പറയുന്ന ഇത്രയും അദാലത്തിൽ ഞാൻ പങ്കെടുത്ത കടലാസാണിത്. മനസ്സിലായി? ഇതാ എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്, എൻ്റെ ജീവിതമാണിത്. ആ ജീവിതത്തിനകത്ത് ഇത്രയും പ്രതിസന്ധികളുള്ള ഒരാൾ ഇങ്ങനെ ഒരു മാഫിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോഴ ആരോപണമോ ഈ പറഞ്ഞ കാര്യത്തിനകത്ത് ഉണ്ടാവണ്ടേ? അത് തെളിയിക്കണ്ടേ? അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം എൻ്റേത് മാത്രമാണ്. ഞാൻ ആരെങ്കിലും ഒരാളെ വെല്ലുവിളിക്കാനോ എൻ്റെ പ്രസ്ഥാനത്തിനെ മോശപ്പെടുത്താനോ അല്ല. എൻ്റെ പ്രസ്ഥാനം ഇത്രയും ദിവസമായിട്ട് സമൂഹത്തിനകത്ത് മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മോശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഞാൻ ഒരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് എൻ്റെ പ്രസ്ഥാനത്തെ മോശപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ സാമ്പത്തികമായിട്ട് ഏതെങ്കിലും ഒരാളോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയണം. ഞാനിത് പറയുമ്പോൾ ഇതിനകത്ത് കൃത്യതയോട് കൂടി തന്നെയാണ് പറയുക. പക്ഷേ ആ പറയുന്ന സാധനത്തിനകത്ത് ഓരോ സമയത്ത് ഞാൻ എന്ത് ചെയ്യാം നിങ്ങളോട് പറയാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എൻ്റെ അമ്മ ഇവിടെ ഉണ്ട്, നിങ്ങളൊക്കെ മക്കളാണ്. നിങ്ങൾ ഈ പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. 22 ലക്ഷം രൂപ കോഴ വാങ്ങിയ മനുഷ്യൻ്റെ അമ്മയോട് പറയണം ഞാൻ ഇങ്ങനെ ഒരു വിഷയം ചെയ്തിട്ടുണ്ടോ, ഒരു മനുഷ്യനോട് വേറൊരു മനുഷ്യൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമേ അറിയേണ്ടുള്ളൂ എനിക്ക്.